അടുക്കളപ്പണിയൊക്കെ നിധിയും നിർമ്മലയും കൂടെ ചെയ്തോളൂ. നീ ഈ വീടൊക്കെ ഒന്ന് അടിച്ചു വൃത്തിയാക്ക്. പിടിക്കാൻ. അയ്യോ അമ്മ വേണ്ട, ഞാൻ ഇപ്പൊ അടുക്കളയിൽ നിന്ന് ഇറങ്ങും. ഞാൻ വന്ന് അടിച്ച് വൃത്തിയാക്കിക്കോളാം. വേണ്ട, ഇതേ എന്റെ വാശിയാ. ഇവളെ കൊണ്ട് ഇന്ന് ജോലി ചെയ്യിപ്പിച്ചാൽ ഞാൻ അടങ്ങും. ശിവാനി ജോലി പിടിക്കാൻ. ആന്റി, എനിക്ക് കുനിഞ്ഞു നിന്ന് തൂക്കാൻ പറ്റില്ല. തലവേദന എടുക്കുക. തലവേദന എടുക്കുന്നെങ്കിൽ എടുത്തോട്ടെ. മര്യാദക്ക് ചൂല് പിടിക്ക്. അമ്മ ഇത് വേണ്ടാത്ത പരിപാടി കേട്ടോ. നീ നിന്റെ പാടി നോക്കി പോടാ. പിടിക്കടി. എന്തായാലും ഇവൾ കിട്ടുന്നു കൊടുക്കാൻ കിട്ടിയ അവസരം. മര്യാദയ്ക്ക് ഒരെണ്ണം പൊട്ടിക്കണമെന്ന് കുറെ നാളായി ഞാൻ വിചാരിക്കുന്നതാ. ഞാൻ പറഞ്ഞ കേക്കാൻ എന്താണ് ഇത്ര താമസം? അമ്മ എന്ത് പണി അമ്മയെ കാണിക്കുന്നേ? എന്താടി നോക്കി പേടിപ്പിക്കുന്നോ? ഈ പരട്ട തള്ളയുടെ ഒരടി അടിക്കാനല്ല ഞാൻ പറഞ്ഞേ. ഇത് എന്നോടുള്ള സർവ്വ വൈരാഗ്യം ഇവര് തീർക്കാണല്ലോ. എടുത്ത് ഇങ്ങനെ മനുഷ്യപ്പറ്റില്ലാതെ പെരുമാറരുത്. ഇത് ഞാൻ ക്ഷമിക്കുന്നു വിചാരിക്കണ്ടമ്മേ. ശിവാനി, എന്തിനമ്മ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? എടുത്ത് എന്തുദ്ദേശിച്ചാ ഇവളെ തല്ലിയത്? സഹിക്ക്, നിനക്കൊരു പരിധിയുണ്ടമ്മേ. പ്രഗ്നന്റ് ആയ ഒരു പെണ്ണിനെ ഇങ്ങനെ തലങ്കും വിലങ്ങും തല്ലാൻ വേണ്ടിയിട്ട് എന്ത് തെറ്റാ അവൾ ചെയ്തേ? ഏടത്തെയാണെങ്കിൽ അമ്മ ഇങ്ങനെ ചെയ്യോ? അമ്മയ്ക്ക് ഇത് ഭ്രാന്ത് പിടിച്ചാ? ആദ്യം നിധിയായിരുന്നു ഇവളെ ടോർച്ചർ ചെയ്യാൻ നടന്നിരുന്നത്. ഇപ്പൊ ആ ജോലി ഏട്ടത്തി ഏറ്റെടുത്തോ? ഏട്ടത്തിക്ക് ഇത് എന്താ പറ്റിയത്? ആന്റി, പാർവതി ആന്റി ഒന്നും പറയണ്ട. ഇതൊക്കെ നിധി ആന്റിയെ കൊണ്ട് ചെയ്യിക്കുന്നത്. വാട്ട്? എന്താ ശിവാനി ഇത്? നീ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത്? നീ ആന്റിയെ മാറ്റി നിർത്തി എന്തൊക്കെയാ പറയുന്നത് ഞാൻ കേട്ടത്. അപ്പോഴെനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഒരു കാര്യമില്ലാതെ ആന്റി എന്നെ വന്ന് തല്ലിപ്പോ എനിക്ക് ഉറപ്പായി നീ തന്നെയാണ് ഇത് ചെയ്യിച്ചത്. എന്തിനാ ശിവാനി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? ഞാൻ എപ്പോഴാ അമ്മയായിട്ട് സംസാരിച്ചത്? എപ്പോഴാ നീ അത് കണ്ടത്? അല്ലെങ്കിൽ ആന്റി പറയട്ടെ, നീ അല്ല ഇത് ചെയ്യിച്ചതെങ്കിൽ ആന്റി പറയട്ടെ. സത്യമാണോ അമ്മേ? ശിവാനി പറയുന്നത് നേരാണോന്ന്? എന്താ എന്താ എടുത്തി മിണ്ടാത്തത്? പറയേ, ഇത് നിധി ഒപ്പിച്ച പണിയാണോ? സത്യം എന്താന്ന് വെച്ചാ ഒന്ന് പറ ആന്റി. എടുത്തി പറയുന്നുണ്ടോ ഇല്ലയോ? അമ്മേ പറ അമ്മേ. അതെ, നിധി പറഞ്ഞിട്ട് ഞാൻ ഇവളെ തല്ലിയത്. എന്തിനാ അമ്മ ഇങ്ങനെ കള്ളം പറയുന്നത്? കള്ളൊന്നുമല്ല, നിധി പറഞ്ഞിട്ട് തന്നെയാ ഞാൻ തല്ലിയത്. തല്ലിയതിനിപ്പോ എന്താ കുഴപ്പം? നിധി പറഞ്ഞതുപോലെ ഗർഭിണിയാണെന്ന് പറഞ്ഞ് ഒരു പണിയും ചെയ്യാതിരുന്ന് തിന്നുന്നത് ശരിയുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ രണ്ടെണ്ണം പൊട്ടിച്ചത്. അമ്മേ നിർത്തടി. അമ്മ കുമ്മാന്നൊന്നും നീ ഇനി വിളിക്കണ്ട. നിനക്ക് എങ്ങനെ മനസ്സ് വന്നടി പ്രഗ്നന്റ് ആയ ഒരു പെണ്ണിനെ തല്ലാൻ ആളെ പറഞ്ഞു വിടാൻ? കൊള്ളാം, നിങ്ങൾ ഇത്ര വലിയ പിശാചാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പ്രണവേ, എനിക്കിപ്പോ പേടിയാവുക. ഇനി ഈ വീട്ടിൽ നിന്ന്
ഇവള് നമ്മുടെ കുഞ്ഞുങ്ങളെ വയറ്റി വെച്ച് എന്നെ കൊന്നുകളെ. എനിക്ക് പേടിയാവുക പ്രണവ്, എനിക്ക് വയ്യ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇവള് കൊല്ലും. ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. ശിവാനി എന്താ ഇത്? നീ എന്തൊക്കെയാ പറയുന്നേ? വേണ്ട പ്രണവ്, ഇത്രയും കാലം ഇവളെ എന്നെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നോക്കി. ഇപ്പൊ എന്റെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ നോക്കുക. ഇവളുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. എന്റെ കുഞ്ഞുങ്ങളെ എനിക്ക് വേണം, ജീവനോടെ വേണം. എങ്ങനെയെങ്കിലും ഞാൻ അവരെ വളർത്തിക്കോളാം. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയി കൊടുത്ത ഇവർക്ക് സമാധാനാവുമല്ലോ. ശിവാനി, നീ എങ്ങോട്ടും പോകുന്നില്ല. നിന്റെ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നപ്പോഴല്ലേ ആന്റി എന്നെ തല്ലിയത്? എന്നിട്ട് ഒരടി കഴിഞ്ഞപ്പോഴെങ്കിലും നിങ്ങളൊന്ന് തടഞ്ഞോ? എന്നെ രക്ഷിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങളൊക്കെ അങ്ങ് ഓഫീസിൽ കൂടി പോയി കഴിഞ്ഞാൽ എനിക്കത് ആലോചിക്കുമ്പോ തന്നെ പേടിയാവുക. ഇനി ഞാനൊരു നിമിഷം പോലെ വീട്ടിൽ നിൽക്കൂല. ശിവാനി, ശിവാനി നീ അങ്ങോട്ട് പോവാ? എന്നെ വിട്. ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ജീവിക്കണം. എടാ ചെല്ല്, ചെന്ന് സമാധാനിപ്പിച്ച് വിളിച്ചോണ്ട് വാ അവളെ. ചെല്ലാൻ. ഓട്ടോ ഓട്ടോ, എവിടേക്കാ? നേരെ പോട്ടെ. എന്താടാ, എന്താ പ്രശ്നം? ശിവാനി കരഞ്ഞോണ്ട് പോകുന്നുണ്ടല്ലോ. ഇയാളുടെ ഭാര്യ അമ്മയെ കൊണ്ട് ശിവാനിയെ തല്ലിച്ചു. ശിവാനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഒറ്റ ഒരെണ്ണത്തിന് ഞാൻ വെറുതെ വിടത്തില്ല, ഓർത്തോ? എടാ നീ കാര്യം എന്താന്ന് വെച്ചാ പറ. ദേ, പ്രണവ് പറഞ്ഞത് തന്നെയാ കാര്യം. ഏട്ടത്തി ശിവാനിയെ തല്ലി. നിന്റെ ഭാര്യ പറഞ്ഞു തല്ലിച്ചതാ. ശിവാനി തല്ലിയെന്നോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യമാണോ അമ്മേ? ഇവിടെ നിൽക്കുന്ന എല്ലാരും പറഞ്ഞാലും നിങ്ങൾ അത് വിശ്വസിക്കാൻ പോകുന്നില്ല. എടാ പ്രണവേ, നീ ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കാതെ ശിവാനിയെ പോയി നോക്ക്. പ്രഗ്നന്റ് ആയൊരു പെണ്ണ എവിടേക്കെന്നില്ലാതെ ഇറങ്ങി പോയിരിക്കുന്നത്. എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് ആർക്കറിയാം? സാർ, ഇവിടുന്ന് ഒരു ഓട്ടോ കയറിപ്പോയി. സത്യമാണോ അമ്മേ? അമ്മ ശിവാനി തല്ലിയോ? ദേ, വെറുതെ ഏട്ടത്തിയെ ക്രോസ് ചെയ്യാനൊന്നും നിൽക്കണ്ട. നിന്റെ ഭാര്യ എല്ലാത്തിനും കാരണം. എന്താ നിധി, എന്താ ഉണ്ടായത്? ഗൗതം വന്ന് ഞാൻ കാര്യം പറയാം. കണ്ടില്ലേ, മന്ത്രം ഓതാൻ വിളിച്ചോണ്ട് പോവാ. കീ കൊടുത്ത പാവയെ പോലെ അവൻ പുറകെ പോകുന്ന കണ്ടില്ലേ? എന്താടാ ശിവാനി എവിടെ? ശിവാനി ഏതോ ഓട്ടോ കയറി പോയത് സെക്യൂരിറ്റി പറഞ്ഞു. ഓട്ടോയിൽ കയറിപ്പോയെന്നോ? എങ്ങോട്ടാ? എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ വണ്ടിയുടെ ചായ എടുത്തിട്ട് വരാം. ഈശ്വര, ഈ ശിവാനി വല്ല അവിവേകം കാണിച്ചല്ലോ. അല്ല, ഞാൻ പോയിട്ട് വരാവേ. മോനെ നിക്ക്, ഞാനും കൂടെ വരാം. കാർ എടുക്കാം. മോനെ വേണ്ട വേണ്ട, എവിടെ ആണെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിട്ട് വരത്തുള്ളൂ.